ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം ക്ലാസ്സിലെ ഉത്കൃതനം രണ്ടാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. 2025-26 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒന്നാം ദിവസം കഴിഞ്ഞു, ഇനി രണ്ടാം ദിവസമാണ് അല്ലേ, അഥവാ ഉത്കൃതനം 2 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രവർത്തനം 6 മുതലാണ് ഇതിൽ തുടങ്ങുന്നത്. ചിരിക്കുന്ന പാവ എന്ന് പറയുന്നതാണ് ആദ്യത്തെ പ്രവർത്തനം. വായിക്കൂ, നിറം നൽകൂ എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ എന്താണ്, ഇവിടെ നല്ലൊരു ഭംഗിയുള്ളൊരു കുട്ടിയെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ഭംഗിയായിട്ട് നിറമൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ഒന്നും കൂടെ കുട്ടിയാക്കണം, നല്ല സൂപ്പർ കുട്ടിയാക്കി മാറ്റണം. ഇനി നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. നോക്കൂ, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നതാണ് പറയുന്നത്. കറുത്ത മുടി, അപ്പോൾ എന്ത് ചെയ്യണം, മുടി എടുക്കുക, മുടിക്ക് എന്ത് കൊടുക്കുക, കറുപ്പ് നിറം കൊടുക്കുക. ഓക്കെ, മുടിക്ക് കറുപ്പ് നിറം കൊടുക്കുക. ഇവിടെയൊക്കെ മുടിയുണ്ട് അല്ലേ, ഇതിനൊക്കെ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് കറുപ്പ് നിറം പുറത്ത് പോവാതെ കൊടുക്കണം കേട്ടോ. കറുപ്പ് നിറം കൊടുക്കുക. ഇനി പറയുന്നത് എന്താണ്, ചുവന്ന ചുണ്ടാണ് അല്ലേ. അപ്പോൾ ചുണ്ടിന് എന്ത് കൊടുക്കുക, ചുവപ്പ് നിറം കൊടുക്കുക. അപ്പോൾ ചുണ്ടിന് ചുവപ്പ് നിറം കൊടുക്കുക. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് എന്താണ്, പച്ച കുപ്പായമാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കുപ്പായം, ഈ കുപ്പായത്തിന് നിങ്ങൾ പച്ച നിറം കൊടുക്കുക. ഓക്കെ, പച്ച കുപ്പായത്തിന് പച്ച നിറം കൊടുക്കുക. ഇനി അടുത്തെന്താണ്, നീല വളയാണ് പറയുന്നത് അല്ലേ. നീല വള, വള എവിടെ, ഇതാണ് വള, ഈ നീല വള കൊടുക്കുക. ഇനി അടുത്തത് എന്താണ്, നീല മാലയാണല്ലേ. അപ്പോൾ ഇവിടെ മാലയുണ്ട്, ഈ മാലക്കും നിങ്ങൾ ഇതേപോലെ നീല നിറം കൊടുക്കുക. അപ്പം നല്ല ഭംഗിയുള്ള നല്ലൊരു സുന്ദരി കുട്ടിയെ നമുക്ക് കിട്ടും. നിങ്ങളൊക്കെ പോലെയുള്ള നല്ലൊരു സുന്ദരി കുട്ടിയെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇങ്ങനെ ചിത്രം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് പുറത്തൊന്നും പോവാതെ വൃത്തിയായിട്ട് തന്നെ കൊടുക്കുക. ഇനി അടുത്തത് നോക്കിയാലോ നമുക്ക്. അടുത്ത എന്താ പറയുന്നത്, ആടാം പാടാം എന്നുള്ളതാണ്. പാടാം എഴുതാം. ഇവിടെ എന്താണ്, ഒരാൾ പാടുന്നുണ്ട്, ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാൻസും കളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് നമുക്ക് താഴെ നോക്കാം. പാവ പാവ ആടുന്ന പാവ, പാവ പാവ. ഇനി എന്താണ്, പാടുന്ന പാവ എന്ന് നമുക്ക് എഴുതാം അല്ലേ. പാടുന്ന പാവ. അപ്പം നമുക്ക് എഴുതി കൊടുക്കാം, പാടുന്ന പാവ. ഇനി എന്ത് എഴുതാം, പാവ പാവ എന്ന് ആദ്യത്തെ എഴുതി കൊടുക്കാം. പാവ പാവ. എന്ത് പാവയാണ്, കളിക്കുന്ന പാവ, കളിക്കുന്ന പാവ, കളിക്കുന്ന പാവ. പിന്നെന്താ, എന്തെഴുതാം നമുക്ക് അടുത്ത പാവയിൽ എന്തെഴുതാം, പാവ പാവ ചിരിക്കുന്ന പാവ എന്നെഴുതാം അല്ലേ. പാവ പാവ ചിരിക്കുന്ന പാവ. ഓക്കെ, അപ്പോൾ ചിരിക്കുന്ന പാവയെയും നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയുള്ള വരികൾ. അതേപോലെ തന്നെ പാവ ഓരോന്ന് ചെയ്യുന്നതായിട്ട്, കളിക്കുന്നതായിട്ടും ചിരിക്കുന്നതായിട്ടും ഓടുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അടുത്തത് നോക്കൂ, അടുത്ത പ്രവർത്തനം ചെറുതും വലുതും എന്നുള്ളതാണ്. തരം തിരിക്കാം, വരച്ചു ചേർക്കാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് തരം തിരിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഓരോ ചെടിയുടെ പേര് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചെമ്പരത്തി, ചെമ്പരത്തിക്ക് എന്താണ്, വലിയ ഇലയാണ് അല്ലേ. അപ്പോൾ വലിയ ഇല ചെമ്പരത്തിയിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി റോസ, റോസയ്ക്ക് എന്താണ്, റോസയ്ക്ക് ഇത്രയും വലിയ ഇലയല്ല, കുറച്ച് ചെറുതാണ് അല്ലേ. അപ്പോൾ ചെറിയ ഇലയിലേക്ക് വരക്കാം. മുല്ലയ്ക്ക് എന്താണ്, ചെറിയ ഇലയാണ്. ഡാലിയക്ക് എന്താണ്, ഡാലിയക്ക് കുറച്ചും കൂടെ വലുതാണ് അല്ലേ. അപ്പോൾ ഡാലിയ വലുതിലേക്ക് വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് എന്താണ് തന്നിട്ടുള്ളത്, അടുത്തത് തെച്ചിയാണ്. തെച്ചിക്ക് എന്താണ്, ചെറിയ ഇലയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ചെറിയ ഇലയിലേക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വേണം ഓരോ പൂവിൻ്റെയും അല്ലെങ്കിൽ ഓരോ ചെടിയിലെയും ഇല എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ വരച്ചു കൊടുക്കുക. അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് വലിയ ചെടി വായിക്കാം വരക്കാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ വലിയ ചെടിയാണ് അല്ലേ, വലിയ ചെടിയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു വലിയ ചെടിയെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഒരു വലിയ ചെടിയാണ്. ഓക്കെ, വലിയ ചെടിയുണ്ട്. വലിയ ഒരു ചെടി.
ഇനി എന്താണ്, ഇതിൽ ചെറിയ ഇലയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ചെറിയ ഇല തന്നെയാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി എന്ത് വേണം, ഇതിൽ ചുവന്ന പൂവ് വേണം അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ഒരു തണ്ട് വരച്ചിട്ട് ചുവന്ന പൂവ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. ചുവന്ന പൂവ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണോ അതാണ് നിങ്ങളവിടെ വരച്ച് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നോക്കിയാലോ നമുക്ക്. അടുത്തതെന്ന് പറയുന്നത് ഇതളുകൾ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. വരച്ചു ചേർക്കൂ എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ വരച്ചു ചേർക്കുന്നത്, ഇതളുകൾ ഏതൊക്കെയാണോ അതാണ് നമ്മളവിടെ വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കൂ, ഒന്നാമത്തേത് എന്താണ്, കോളാമ്പി പൂവാണ് അല്ലേ. കോളാമ്പി പൂവ് എന്ന് പറയുന്നത് ഇതളുകൾ ഉള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വരച്ചു കൊടുക്കുക. ഇനി റോസയ്ക്ക് ഇതളുകളാണോ, അല്ല. ഇനി ചെമ്പരത്തിപ്പൂവിന് എന്തുണ്ട്, ഇതളുകളുണ്ട്. ഇനി അരളിപ്പൂവിന് ഇതളുകളുണ്ട്. മുല്ലപ്പൂവിന് ഇതളുകൾ ഉണ്ട്. ഡാലിയയ്ക്ക് ഇതളുകളില്ല. നിത്യകല്യാണിക്ക് ഇതളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് രണ്ടാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.